ജാക്കി ചാൻ വരുന്നൊരു അൺസീൻ എപ്പിസോഡ്. ഇത് എന്തുകൊണ്ടാണ് അൺസീൻ എപ്പിസോഡ് ആയെന്ന് കഴിഞ്ഞാൽ കൊച്ചു ടി വി ഇതിൻ്റെ മലയാളം ഡബിൽ കൊണ്ടുവന്നിട്ടില്ല. കൊച്ചു ടി വിനെ പല എപ്പിസോഡ് ഇങ്ങനെ പോക്കിയിട്ടുണ്ട്. എല്ലാം കളയുക, അവർക്ക് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ 4-5 എപ്പിസോഡ്സോളം പോയിട്ടുണ്ട്. അതിലൊരു എപ്പിസോഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ എപ്പിസോഡൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജാക്കി ചാൻ ആരെയോ കൂടെ ഫൈറ്റിംഗ് ആണ്. ജാക്കി ചാനോട് ഫൈറ്റ് ചെയ്യുന്ന ആരാന്ന് അറിയില്ല, ബട്ട് ജാക്കി ചാൻ ഇട്ട് തകർക്കുന്നതാണ് അയാൾ. ഇതൊക്കെ കണ്ട് നമുക്കറിയാം ബാക്കിൽ ഒരാളിങ്ങനെ ചിരിയോട് ചിരിയാണ്. അതാണ് നമ്മുടെ ക്യാപ്റ്റൻ ബ്ലാക്ക്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നടക്കുന്നത് സെക്ഷൻ 30 വെച്ചാണ്. ജാക്കി ചാൻ ഇങ്ങനെ നിലത്ത് തകർന്നു വീണല്ലോ. ആ സമയത്ത് നമുക്കറിയാം ആ ഓപ്പോണന്റിനോട് പറയുന്നതാണ് നിന്റെ ഫുട് വർക്ക് മാത്രം മര്യാദയ്ക്ക് വെച്ചോ. അങ്ങനെ പറഞ്ഞ് ജാക്കി ചാൻ അങ്ങോട്ട് പോകുന്നതാണ്. കഴിഞ്ഞ അടുത്ത ഓപ്പോണന്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലിയാണ്. അടുത്ത ഇവ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ജൂലിനോടാണ്. പിന്നെ അതൊക്കെ കാട്ടിയത് ക്യാപ്റ്റൻ ബ്ലാക്കിനെയും ജാക്കിനെയാണ് കാണിക്കുന്നത്. ആ ടൈം ക്യാപ്റ്റൻ ബ്ലാക്ക് പറയുന്നതാണ് ഈ ഡാർക്ക് ആൻഡിനെ പിടിക്കേണ്ട എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം വലിയൊരു സൗണ്ട് എന്ന് കേൾക്കുന്നതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജൂലിയില്ലേ ഓപ്പോണന്റിനെ പിടിച്ച് നിലത്തിടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം വാൾട്ടറും പിന്നെ വാൾട്ടറിന്റെ കുറച്ച് കൂടെ വെക്കുന്ന കുറച്ച് പേരില്ലേ അവരൊക്കെ താമസിക്കുന്ന സ്ഥലമില്ലേ അതാണ് കാണിക്കുന്നത്. ആ രാസപ്പം നമുക്കറിയാം മറ്റേ ബാങ്ക് ബോക്സ് എന്ന സാധനം ഇല്ലേ അത് വെച്ചിട്ട് തിരിച്ച് കളിക്കുന്നത്, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതാണ്. എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രാസപ്പം വിചാരിക്കുന്ന വല്ല പസിലും സോൾവ് ചെയ്യാൻ പറ്റുമോ. അതേ സമയത്ത് നമുക്കറിയാം ഒരു പെട്ടിയെ തൂക്കിയിട്ട് നമ്മൾ ആക്കു രാജേഷ് ശങ്കർ ഇവരൊക്കെ പോകും. അപ്പൊ സിൻഡോ പറയുന്നതാണ് ഈ പെട്ടി നല്ല ഭദ്രമായിട്ട് തന്നെ എടുക്കണം എന്ന് പറയുന്നതാണ്. ആ സമയത്ത് വാൾട്ടർ പറയുന്ന ഈ പെട്ടി വില എറിഞ്ഞാളാ, ഈ പെട്ടി വില വിറകായിട്ട് വില ഉപയോഗിക്കാത്ത രീതിയിൽ വാൾട്ടർ പറയുന്ന. ആ സമയത്ത് സിൻഡോ നമുക്കറിയാം ഈ വാൾട്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഡേ എന്നൊരു വിളി വിളിച്ചിട്ട് ആ പെട്ടിയിൽ എനിക്ക് ആവശ്യപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇനി ഓർക്കുക. അതുപോലെ ഞാനൊരു ഡീമണാന്ന് മറക്കരുത്, ഞാൻ പറയുന്നത് നീ കേൾക്കുന്ന രീതിയിൽ വാൾട്ടറിനോട് പറയുന്നത്. അപ്പം വാൾട്ടർ പറയുന്നതാണ് നീ നിൽക്കുന്നത് എൻ്റെ ബോഡിയിലാണ്. സിൻഡോ പറഞ്ഞ് നീ ഒന്ന് പോയി കണ്ണാടി നോക്ക്. കണ്ണാടി നോക്കുമ്പോൾ നമുക്കറിയാം വാൾട്ടറിൻ്റെ ബോഡിയിൽ സിൻഡോ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാൾട്ടറിന് ഭയങ്കരമായൊരു ദേഷ്യമായിട്ടുണ്ട്. അപ്പുറത്തെ ആൾ മറ്റേ 3 പേരെ നോക്കിയാൽ അവർ പെട്ടി പൊന്തിക്കാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ സിൻഡോ പറഞ്ഞാണ് ഈ പെട്ടീൻ്റെ ഉള്ളിൽ എന്താ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് ഉണ്ട്, അതുപോലെ ഈ ബാറ്റ്സ്മാനിലെ ടൈയും അതുപോലെ ഈ ബാറ്റ്സ്മാനിലെ കോട്ടും അതൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് അവിടെ ഒരു സൂപ്പറായ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ടെന്ന് പറയുന്നതാണ് സിൻഡോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സിൻഡോന് എങ്ങനെ ഒരു ബ്ലാക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെന്ന്. അതേ സമയത്ത് വാൾട്ടർ പറഞ്ഞാൽ നീ ഈ ഡ്രസ്സൊന്നും അഴിക്കാൻ പാടില്ല, ഞാൻ ഏത് ഡ്രസ്സാണ് ഇടുന്നത് അത് തന്നെയാണ് നീ ഇടേണ്ട രീതിയിൽ വാൾട്ടർ പറയുന്നത്. സമയത്ത് നമുക്കറിയാം അവരൊരുപാട് കഷ്ടപ്പെട്ട് അവസാനം ഈ പെട്ടി ഒറ്റ നിലത്ത് വീഴലാണ്. ഇവർ പെട്ടി നിലത്തിട്ടുകൊണ്ടെന്ന ഭയങ്കരമായ ദേഷ്യമാണ് സിൻഡോക്ക് വന്നത്. അതുപോലെ ഒറ്റ കാര്യമാണ് പറഞ്ഞത് AN അതെനിക്ക് ഭയങ്കര മുഖ്യമായ ഡ്രസ്സാണ്, ഇത് ലിങ്ക് ഡൈനസിന് ചേർന്നതാണെന്ന് ഇതിൽ ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സമയത്താണ് നമുക്കറിയാം രാസപ്പ ഒരുപാട് നേരം ശ്രമിച്ചുകൊണ്ടിരുന്ന പസിൽ അപ്പോഴാണ് സോൾവ് ആയത് ഫൈനലി. നമുക്കറിയാം രാസപ്പിന്റെ കയ്യിലുള്ള ബാങ്ക് ബോക്സ് പറന്നു പോയിട്ട് മാപ്പ് കാണിക്കാൻ റെഡി ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്കറിയാം അതിങ്ങനെ മുകളിലേക്ക് പോയപ്പം വാൾട്ടർ പറയുന്നതാണ് ഈ ഡീമന്റെ പോർട്ടൽ വരുമ്പോൾ അത് വീഡിയോ എടുക്കാൻ. അത് കേട്ട ഉടൻ നമുക്കറിയാം രാജേഷ് ഒരു ക്യാമറ എടുത്ത് വീഡിയോ എടുക്കാൻ തന്നെ റെഡി ആയിട്ടുണ്ടാവും. അതുപോലെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് വെറും 5 സെക്കൻഡുള്ള കാര്യമാണ് ഇത് ഉണ്ടാവുക. അതുപോലെ ഫോട്ടോ എടുത്തത് വെറും മോശലിന് മാത്രമേ ഉണ്ടാവൂ. അതുപോലെ ഇത് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വീഡിയോ എടുത്താലാണ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുക. അതുപോലെ 5 സെക്കൻഡ് കണ്ടിട്ട് അത് എവിടെയാണ് അത് ഏത് ഭാഗത്തില്ലെന്ന് കണ്ടിട്ട് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് രാജേഷിനോട് വീഡിയോ എടുക്കാൻ വാൾട്ടർ പറഞ്ഞത്. അതുപോലെ രാജേഷ് വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ബാക്ക് ബോക്സ് നമുക്കറിയാം പ്രൊജക്ടർ വഴി ആ മാപ്പ് എവിടെയാണ് വരുന്നത്, ആ സ്ഥലം എവിടെയാണ് വരുന്നതെന്ന് കറക്റ്റായിട്ട് കാണിക്കാൻ തുടങ്ങി. എല്ലാവരും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ മാപ്പിൽ നമുക്കറിയാം അമേരിക്കയിലെ കാലിഫോർണിയയാണ് ഫസ്റ്റ് കാണിച്ചത്. ഇതിൽ നേരെ കാലിഫോർണിയയുടെ സൗത്ത് സൈഡിൽ വരണം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ബോക്സ് ഓട്ടോമാറ്റിക്കലി പൂട്ടും. മാപ്പ് കുറച്ച് നേരം കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ നിന്ന് കീ വരെ പുറത്ത് വരും. അപ്പം വാൾട്ടർ പറയും ഇത് കറക്റ്റ് ഓപ്പൺ ചെയ്യാനായി. അപ്പം അവനോട് ചോദിക്കും നീ വീഡിയോ എടുത്തിനോ. അപ്പം പറയും വീഡിയോ എടുത്തു, ബട്ട് വീഡിയോ ടാപ്പില്ലായിരുന്നു. ഇതുകാരുടെ സിൻഡോക്ക് ഭയങ്കര ദേഷ്യം, നീ വീഡിയോ എടുത്ത ശേഷമാണോ വീഡിയോ ടാപ്പില്ല എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു പറയാം രാജേഷിൻ്റെ പിന്നാലെ സിൻഡോ ഭയങ്കരമായിട്ട് ഓടിയിട്ട് തീ വെച്ച് അറ്റാക്ക് ചെയ്ത് രാജേഷിനെ. മാത്രമല്ല സിൻഡോ നീ ഇങ്ങോട്ട് വരണ്ടാന്ന് കൂടി പറഞ്ഞ് അത് പറഞ്ഞ ശേഷം നമുക്കറിയാം വാൾട്ടറിന് ഉണ്ടാവില്ലേ വായിൽ തീ കൊണ്ടല്ലേ തുപ്പിയപ്പോൾ ഇവൻ്റെ വായാണ് എരിയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം നേരെ വാൾട്ടർ വെള്ളം തേടി പോകുന്നു. നമ്മുടെ ശങ്കറില്ലേ അവൻ പറയുന്നതാണ് അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും, മൂവി സ്റ്റാർ ഉണ്ടാവും, അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മളെ അങ്കിളിൻ്റെ കടയാണ്. ഇവിടെയാണ് നമ്മളെ ജാക്കിക്ക് കോൾ വരുന്നത്. ക്യാപ്റ്റൻ ബ്ലാക്ക് ജാക്കിനോട് പറഞ്ഞത് നമുക്കൊരു സീക്രട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ സീക്രട്ട് ഇൻഫർമേഷൻ എന്താണ് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഹോളിവുഡ് അമേരിക്കത്തെ ഹോളിവുഡിൽ ഡാർക്ക് ആൻഡ് ടീംകാരൊക്കെ പോകുന്നുണ്ട്. അത് നേരെ ജാക്കിനോട് പറഞ്ഞു. ഇതുകാരുടെ ജാക്കി പറഞ്ഞു ഞാനും എന്നാൽ കൂടെ വരാം. അങ്ങനത്തെ ഇതിൽ ജാക്കി പോയി. ആ സമയത്ത് നമുക്കറിയാം തൊട്ടടുത്ത് നിന്ന് ജൂലി ഉണ്ടായിരുന്നു. അപ്പോൾ ജൂലി പറഞ്ഞു എന്നെയും കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അവസാനം
അപ്പോൾ ജാക്കി പറഞ്ഞു നിനക്ക് അവിടെ ഒരു പണിയുമില്ല, നീ ഇവിടെ തന്നെ ഇരിക്കുന്നത് നല്ലേ. ജോലി പറഞ്ഞാണ് എനിക്കൊരു പണിയുണ്ട്. അമേരിക്കയിലെ ചൈന ടൗൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ചൈനീസ് തിയേറ്റർ എന്ന സ്ഥലമുണ്ട്. അവിടെ എൻ്റെ ഫേവററ്റ് ഹീറോ റഫീൽ വരുന്നുണ്ട്. നീ ഒരു റിപ്ലൈ കൊടുക്കും, ഐ മീൻ ഒരു കളിയാക്കുന്ന റിപ്ലൈ, ഐ മീൻ ഇവനൊക്കെ ഹീറോ അങ്ങനത്തെ ഇതിൽ പറയും. ജാക്കി ഒന്ന് ചിന്തിക്കും. ജാക്കി ഒന്ന് ചിന്തിച്ചൊന്ന് തീരുമാനിക്കും, ഇവിടെ ഒന്ന് പുറത്ത് കൊണ്ടുപോയാലാവുമല്ലോ എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് നീ എൻ്റെ കൂടെ വരാം, ബട്ട് എൻ്റെ കൂടെ താമസിക്കാനാവില്ല എന്ന രീതിയിൽ ജാക്കി പറയും. ഏട്ടാ ജൂലി ഭയങ്കര സന്തോഷമായിട്ട് എന്ന രീതിയിൽ പറയും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചൈനീസ് തിയേറ്റർ കാണിക്കും. ആ ചൈനീസ് തിയേറ്ററിലെ ഒരു ടാക്സിയിൽ നമുക്കറിയാം ജാക്കി അതുപോലെ ഭീമ ജൂലി ഇവർ 3 പേരും ഒറ്റ ടാക്സിയിലെ പോലെ കാണിക്കും. ആ സമയത്ത് പറയാൻ ജൂലി പറയും പ്ലീസ് ജാക്കി എന്നെയും കൂടി കൊണ്ടുപോകുന്ന രീതിയിൽ പറയും. ജാക്കി ടിക്കറ്റ് കൊടുത്തിട്ട് പറയും അവിടെ എന്നാലും ഫുട് പ്രിന്റ് സെറമണി നടക്കുന്നതല്ലേ, അപ്പോൾ ഈ ടിക്കറ്റ് കൊടുത്തിട്ട് നിങ്ങൾ അവിടെയൊക്കെ കറങ്ങിയിട്ട് മെല്ലെ വന്നാൽ മതി എന്ന് പറയും. ഈ സമയം പറയാം ഭീമ ടിക്കറ്റ് കൊടുത്തിട്ട് ഒരുത്തിനോട് പറയും അവിടെയുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ. ഇതൊന്നും ശ്രദ്ധിക്കാതെ ജൂലി വേറെ സൈഡിലായിരിക്കും ഉണ്ടാവുക. ജൂലി പെട്ടെന്ന് പറയാം ഡാർക്കിൻ്റെ ആൾക്കാരെ ശ്രദ്ധിക്കും. എന്നാണ് ജൂലി ശ്രദ്ധിച്ചിട്ട് ഇത് ഭീമയോട് പറയും. ബട്ട് ഭീമ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ആ 3 പേരെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമുക്കറിയാം ജൂലി അവരെ പിന്നാലെ പോകും. അതുപോലെ ആ സമയത്ത് സങ്കട കയ്യിലൊരു മാപ്പ് ഉണ്ട്. ഈ മാപ്പ് എന്ന് പറഞ്ഞാൽ അവർ വീഡിയോ എടുത്തിട്ട് പകുതി വരെ ആയിട്ടില്ലേ, ആ മാപ്പാണിത്. ആ മാപ്പ് നമുക്കറിയാം സ്റ്റുഡിയോയിലേക്കുള്ള വഴി കാട്ടും. ആ മാപ്പ് എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് നമുക്കറിയാം ജൂലി ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് നേരെ ജൂലി നമുക്കറിയാം ജാക്കി ചാനോട് പറയുന്നതാണ് ഞാൻ ആ ഡാർക്ക് ആൻഡ് പീപ്പിളെ കണ്ടു, അവരുടെ അടുത്ത് ഈ മാപ്പ് ഉണ്ട്, ആ മാപ്പ് ഞാനങ്ങ് എടുക്കാൻ നോക്കുന്നതാണ്, നീ പെട്ടെന്ന് വാ ജാക്കി എന്ന് പറയുമ്പോൾ ജാക്കി ഈസി ആയിട്ട് റിപ്ലൈ കൊടുത്തു, നീ ഒരു മണ്ണും ചെയ്യണ്ട, ഞാൻ അങ്ങോട്ട് വരാം, നീ അതുവരെ ഒന്നും ചെയ്യേണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഇവ നമുക്കറിയാം കുറേ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് ആ ഫോട്ടോയിൽ ഏത് ഫോട്ടോ വാങ്ങണം എന്ന് ജൂലിയോട് ചോദിക്കുമ്പോൾ ആ സ്ഥലത്ത് ജൂലി ഉണ്ടാവില്ല. ഇത് കട്ട് ചെയ്ത് അടുത്ത സീനായിട്ട് വരുന്നത് നമ്മുടെ ഡാർക്ക് ആൻഡ് ടീമിനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ജൂലി വന്നിട്ട് പറഞ്ഞാൽ മുകളിലതാ വെള്ളക്കൊക്കെ ഇതിൽ പറയുമ്പോൾ ഈ 3 മണ്ടന്മാർ നേരെ മുകളിൽ നോക്കിയിട്ട് നമുക്കറിയാം ആ സമയത്ത് തന്നെ ജൂലി മാപ്പ് എടുത്തുകൊണ്ട് പോകും. ജൂലി ഓടിപ്പോകുന്നതായിട്ട് നമുക്കറിയാം ഡാർക്ക് ആൻഡ് ടീം ചുമ്മാ ഇരിക്കുക, അവളെ പിന്നാലെ ഓടി തുടരുന്നതാണ്. ഈ ടൈമിൽ ജൂലി എവിടെ ഓടിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എടുക്കില്ല, ഓട്ടോമാറ്റിക്കലി ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലം അവിടെ പോയിട്ടിരിക്കുന്നതാണ്. പെട്ടെന്നാണെങ്കിൽ അവിടെ നമുക്കറിയാം ഒരു ഫോട്ടോ ക്ലിക്കിംഗ് സൗണ്ട് ഉണ്ടാവില്ലേ, ആ സൗണ്ട് കൊണ്ട് നമുക്കറിയാം ഡാർക്ക് ആൻഡ് ആൾക്കാർ ജൂലിനെ കണ്ടുപിടിക്കും. ജോലി അവരുടെ മുന്നിൽ മാപ്പ് കാണിച്ചിട്ട് നിങ്ങളെ മാപ്പ് ഇതാ, ഇനി എന്നങ്ങ് വെറുതെ വിട്ടൂടെ എന്ന് രീതിയിൽ ചോദിച്ചു. രാസപ്പനാണ് നമുക്കറിയാം ജൂലിനെ അങ്ങ് പിടിച്ചു പൊന്തിക്കും. ബട്ട് ഈ രാസപ്പനെ പിടിച്ചു പൊന്തിച്ച് നമ്മളെ ഭീമ ബാക്കിൽ 3 പേരും നമുക്കറിയാം എങ്ങനെയെങ്കിലും ഭീമേനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ജാക്കി വരുന്ന 3 പേരും അങ്ങ് തെറിച്ചോടുമായിരുന്നു. ഭീമേനെ വരെ കണ്ട് പേടിക്കാത്തവരെ നമുക്കറിയാം ജാക്കിനെ കണ്ടുപോയിട്ട് പേടിച്ചങ്ങ് ഓടി. സമയത്ത് ജാക്കി നേരെ ജൂലിയോട് പോയിട്ട് നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലാലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് ജൂലി എന്തോ പറയുന്നുണ്ട്, അത് കേൾക്കാതെ ജാക്കി നമുക്കറിയാം നേരെ ഡാർക്ക് ആൻഡ് ആൾക്കാരെ പിടിക്കാൻ പോകുന്ന. ജൂലി എന്താ പറയാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോ എടുക്കുന്ന ഒരു മെഷീൻ ഉണ്ടാവില്ലേ, അതിലിരിക്കുമ്പോൾ തന്നെ ജൂലി ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ജാക്കി അങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സാമുറായി മുന്നിൽ നിൽക്കും. ജാക്കിൻ്റെ സാമുറായി പറഞ്ഞാൽ ഇത് കടന്നു പോകണമെങ്കിൽ നീ എന്നെ ഫൈറ്റ് ചെയ്തിട്ടേ പോകാൻ പറ്റൂ. ഇത് കേട്ട ജാക്കി ഒന്നുമില്ല, നേരെ ഫൈറ്റ് ചെയ്യുന്ന പോയി. സൂപ്പറായി ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാം സാമുറായി ഒരു കത്തി വെച്ചിട്ട് നമുക്കറിയാം ജാക്കി ചാനെ വെട്ടാൻ വരും. അതേ ടൈമിൽ നമുക്കറിയാം ജാക്കി ചാൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയാം. അതേ ടൈമിൽ തന്നെ ജൂലിയും ഭീമയും വന്നിട്ടുണ്ടാവും. സാമുറായി ആണെങ്കിൽ നമുക്കറിയാം പറന്നടിക്കുന്ന ടീമാണ്. പെട്ടെന്നാണ് സാമുറായി ഇങ്ങനെ പൊന്തിപ്പോവും. എന്തുകൊണ്ടാന്ന് വെച്ച് നോക്കിയാൽ ഇതൊരു ടോയ് ആയിരുന്നു. ഈ സാമുറായി ടോയിന് ആരോ സ്ട്രിങ് ഉണ്ടാവില്ല, അതിൽ കെട്ടിയിട്ട് കൺട്രോളിങ് ചെയ്യുന്നതായിരുന്നു. സാറ് നോക്കിയാൽ ഇതൊക്കെ ഒരു മൂവി സെറ്റ് ആയിരുന്നു. അതുപോലെ സെറ്റിന് ഡയറക്ടർ വന്നിട്ടെന്ന് പറയും നീ എൻ്റെ മൂവി തന്നെ പോക്കിയല്ലെന്ന് വേണ്ടി ജാക്കിനെ കുറ്റം പറയും. അതേ ടൈമിൽ ടക്കിന് വേറൊരാൾ വരും, അതാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. ആ സമയത്ത് അയാൾ പറയും നെഞ്ചാന വെച്ചൊരു സൂപ്പർ പടം എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിന് നല്ലൊരു ഫൈറ്റിംഗ് മാസ്റ്റർ വേണം. ജാക്കിനോട് ചോദിക്കുന്ന നിനക്കാരെങ്കിലും മാനേജർ ഉണ്ടോ? അപ്പം ജാക്കി പറയുന്നതാണ് ഞാനാ മാനേജർ സാർ. അപ്പോൾ ജൂലി പറയുന്ന ജാക്കി അങ്ങനെ ഫൈറ്റ് മാസ്റ്റർ ആയിട്ടൊന്നും വരില്ല, ജാക്കി വരുന്നുണ്ടെങ്കിൽ ഹീറോ മാത്രമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഡയറക്ടർ പറയുന്നതാണ് ഇതിനൊക്കെ ഓക്കെ പറഞ്ഞിട്ട് നിങ്ങളെ വെച്ച് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊരു മൂവി തന്നെ എടുക്കാം, അതിന് നിങ്ങൾ ആസ്പെക്ട് ചെയ്താൽ മാത്രം മതി. ഇതൊക്കെ പറഞ്ഞിട്ട് ഡയറക്ടറുടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന രീതിയിലും പറഞ്ഞു. അതേ ടൈമിൽ ജാക്കി പകരം ജൂലിനെ കയ്യിലെടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് ഡീമന്റെ പോർട്ടൽ എവിടെയാണ് തേടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജൂലി പറഞ്ഞതാണ് നീ ഇങ്ങനെ പോർട്ടലൊന്നും തേടി പോകണ്ട, ഞാൻ ഓൾറെഡി ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഈ ഫോട്ടോ നോക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അവസാനമായി 3 പേര് മാപ്പ് എന്ത് ചെയ്യുന്നതാണ് ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യുന്നത്, എവിടെയാണ് വരുന്ന സ്ഥലം. അവസാനം ആ സ്റ്റുഡിയോ ആണ് കാണിക്കുന്നത്. ആ സ്റ്റുഡിയോയിലാണ് മറ്റേ പ്രൊഡ്യൂസർ ഉള്ളത്. അതേ സമയത്ത് അറിയാം ജൂലി പറയും നമുക്ക് കോൾ ചെയ്ത് പറഞ്ഞാലോ അതിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ഇപ്പം ജാക്കി പറഞ്ഞാൽ നമ്മൾ എന്തുവിധ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കാതെ സീക്രറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്ന രീതിയിൽ പറയുന്നതാണ്. കട്ട് ചെയ്ത് നമുക്കറിയാം ആ വലിയ സ്റ്റുഡിയോ കാണിക്കുന്നതാണ്. അവിടെയാണ് നമുക്കറിയാം ഡാർക്ക് ആൻഡ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പുറത്താണ് നമുക്കറിയാം ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും. സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് പറയും പാസ് എന്ന് പറയുമ്പോൾ നീ ആരെടുത്ത് വന്നിട്ടാ പാസ് ചോദിക്കുന്നത്, ഇതിൽ ഡാർക്ക് ആൻഡ് ആൾക്കാർ ചോദിക്കും. അപ്പം പറയും ബാക്കിൽ നോക്കി ഹീറോയിൻ ഉണ്ടെന്ന് പറയും.
ആരാ ഹീറോ എന്ന് പറഞ്ഞ് ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാൾട്ടർ തന്നെയാണ്. വാൾട്ടറിനെ എന്തുകൊണ്ടാണ് ഹീറോയിൻ ആക്കിയിടാന്ന് ചോദിച്ചാൽ ഈ വാൾട്ടറിൻ്റെ മുടി ഉണ്ടാവില്ലേ വെള്ള കളറാണ്. അതേപോലെ തന്നെയാണ് ഈ മറ്റേ ഉണ്ടാവില്ലേ ഹീറോയിൻ്റെ മുടിയും വെള്ളയാണ്. സോ രണ്ടുപേരും കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഗാർഡെന്ന് വിചാരിക്കും ഹീറോയിനാണ് ഇവിടെ ഇല്ലെന്ന് വെച്ചിട്ട് ഇവരങ്ങ് മുമ്പോട്ട് കൊണ്ടുപോകും. ആർക്കേഡിൻ്റെ ആൾക്കാർ ഉള്ളിൽ പോകുന്ന കണ്ടിട്ട് ജാക്കിയും ചിന്തിച്ചു എനിക്കും എങ്ങനെയെങ്കിലും ഉള്ളിൽ പോകണമെന്ന്. ജാക്കി ഉള്ളിൽ പോകുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് പറയും പാസ് വേണമെന്ന്. ജാക്കിക്ക് ശരിക്കും പറഞ്ഞാൽ സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. സംഭവം എന്താണെന്ന് മനസ്സിലാത്തതുകൊണ്ട് ജാക്കി നേരെ ജൂലിക്ക് കോൾ ചെയ്തു. ഞാൻ നോക്കിക്കോളാം നീ വിട്ടോ ജാക്കി എന്ന രീതിയിൽ പറഞ്ഞിട്ട് ജൂലി നേരെ ആ സെക്യൂരിറ്റി ഗാർഡിന് കോൾ ചെയ്തു. അതുപോലെ ജൂലി കോൾ ചെയ്തിട്ട് പറയുന്നതാണ് അവൻ എത്ര വലിയ ഫൈറ്റ് മാസ്റ്റർ ആണെന്നറിയോ, അവനാണ് നെക്സ്റ്റ് ഹീറോ എന്ന രീതിയിൽ പറഞ്ഞിട്ട് സെക്യൂരിറ്റി ഗാർഡിനെ കൺഫ്യൂസ് ചെയ്യുന്ന. സെക്യൂരിറ്റി ഗാർഡിൽ നിന്ന് പാസ് കിട്ടിയ പറയാൻ ജാക്കിനെ നേരെ ഉള്ളിലേക്ക് അയക്കുന്ന. ഡാർക്കൻ്റെ 3 പേരില്ലേ അവർ ഈ ബാങ്ക് ബോക്സ് വെച്ചിട്ട് തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജാക്കിയാണെങ്കിൽ പറയാൻ നേരെ ബാങ്ക് ബോക്സ് എടുത്തിട്ട് 3 പേരും പറ്റിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. പേരാണെങ്കിൽ നമുക്കറിയാം റോങ് ഡയറക്ഷനിലായിരിക്കും ജാക്കിനെ തേടിയിട്ട് പോകുന്നത്. എതിരിൽ ആക്കും ഉണ്ടാവില്ല, ആക്കു ജാക്കിനെ കാണും. ആക്കുവിൻ്റെ അടുത്ത് എങ്ങനെ രക്ഷപ്പെടാന്ന് വെച്ചാൽ ജാക്കി ഓപ്പോസിറ്റ് സൈഡ് നോക്കുമ്പോൾ അവിടെ അതാ വാൾട്ടറും. രണ്ടെണ്ണത്തിൻ്റെ നടുവ് കുടുങ്ങിയിട്ട് നമുക്കറിയാം ജാക്കി ചാന്ന് അങ്ങ് പെട്ടുപോയി. ഇപ്പോഴും വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജാക്കി എന്ത് ചെയ്ത് തൊട്ടടുത്തൊരു കമ്പി പോലെ ഉണ്ട്, ഈ ബിൽഡിങ്ങിന് മുകളൊക്കെ ഒരുപാട് കമ്പി ഉണ്ടാവില്ല, അത് പിടിച്ചങ്ങ് കയറാൻ തുടങ്ങി. ആ സമയത്ത് ഫോൺ എടുത്ത് സംസാരിച്ചത് നമുക്കറിയാം പ്രൊഡ്യൂസറിന് കോൾ ചെയ്തത് ജൂലി. ജൂലി പറഞ്ഞതാണ് ജാക്കി ഭയങ്കര ആക്ഷനാണ്, ഫൈറ്റിങ്ങിലാണ്, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു. ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ജാക്കി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ പ്രൊഡ്യൂസറിന്റെ കണ്ണിൽ തോന്നും. ബാക്കിയാണെങ്കിൽ നമുക്കറിയാം തൊട്ടടുത്തൊരു ഫ്ലാഗ് പോലെ ഉണ്ടാവും. ഈ കമ്പനിക്ക് ചെറിയൊരു ഫ്ലാഗ് പോലെ റെഡ് വെച്ചിട്ടുണ്ട്. അവിടത്തേക്ക് ജമ്പ് ചെയ്തിട്ട് അതും പിടിച്ചിട്ട് നമുക്ക് നേരെ താഴെ പോലത്തെ സ്ഥലം ഉണ്ടാവും, അവിടെ അങ്ങ് ജമ്പ് ചെയ്ത് വീഴും. ഇത് കണ്ട പ്രൊഡ്യൂസർ പറഞ്ഞെന്നറിയോ അടുത്ത സിനിമ എന്നാൽ നമ്മൾ ജാക്കിനെ വെച്ച് ചെയ്യും. ആ സമയത്ത് ജൂലിക്ക് ഭയങ്കര സന്തോഷമാവും. നേരെ നമുക്കറിയാം ഒരു സോഫേൻ്റെ മേലെയാണ്. അവിടുന്ന് ബാങ്ക് ബോക്സ് ഉണ്ടാവില്ല, അത് കയ്യിൽ വെക്കും. നമുക്കറിയാം ഡാർക്കിൻ്റെ ടീം മൊത്തം ജാക്കിനെ അങ്ങ് വളഞ്ഞു കളയും. ആ ജാക്കിനെ ഇങ്ങനെ വട്ടം ചുറ്റുകൊണ്ടിരുന്ന ജാക്കി തിങ്ക് ചെയ്ത് ഇവന്മാർക്ക് രക്ഷപ്പെടാൻ നോക്കും. അതുപോലെ ഈ സ്ഥലത്ത് സിൻ്റെ നമുക്കറിയാം എയർ എന്നിങ്ങനെ പഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവർക്കും അറിയുന്ന പോലെ ആ സമയത്ത് നമുക്കറിയാം ബാങ്ക് ബോക്സിൻ്റെ കീ ആക്റ്റീവ് ആവുകയും അതേപോലെ അവിടുത്തെ ലോക്ക് ഓപ്പൺ ആവുകയും ചെയ്യും. അതേ സമയത്ത് നമുക്കറിയാം ഡീമൻ പോർട്ടൽ ഓപ്പൺ ആയിട്ട് വരികയും അവിടുന്ന് നമ്മളെ ഇടിച്ചീഭൂതം ഉണ്ടാവില്ലേ അതങ്ങ് വരും. അതുപോലെ ആ സമയത്ത് സിൻ്റെ വന്ന് ചോദിക്കുന്നതാണ് നിനക്ക് സുഖമാണോ, ഹൗ ആർ യു, യുവർ ഫൈൻ, അങ്ങനത്തെ രീതിയിൽ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ തണ്ടർ ടീമൻ ചോദിക്കുന്ന നിനക്കെന്താ എന്നെ പുറത്തു കൊണ്ടുവരാൻ അത്രയും നാളെടുത്തെ, അങ്ങനെ ചോദിച്ചപ്പോൾ ഇതിന് സിൻഡോ ഒരു ഉത്തരം നൽകി ജാക്കി ചാൻ കാരണടാ എനിക്ക് ഇത്രയും നാൾ ഇന്നെ എടുത്തേ കൊണ്ടുവരാൻ വേണ്ടി എന്ന് പറഞ്ഞു. തണ്ടർ ടീമനാണ് ദേഷ്യം കൊണ്ട് നമുക്കറിയാം ജാക്കിനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ജാക്കിനോട് ഇത്ര ദേഷ്യം ഉള്ളതുകൊണ്ട് നമുക്കറിയാം തണ്ടർ ടീമിൻ്റെ ഫുൾ പവർ ഉണ്ടാവില്ലേ തണ്ടർ ബോൾട്ട്, ആ ഫുൾ പവർ എടുത്ത് ഇങ്ങനെ ജാക്കിൻ്റെ മേലെ അറ്റാക്ക് ചെയ്യും. ബാക്കിയാണെങ്കിൽ ഓരോരോ തണ്ടർ ബോൾട്ടിൽ നിന്ന് എസ്കേപ്പായി അവസാനം ഒരു റബ്ബർ സൂട്ട് ഉണ്ടാവും, അതെടുത്തിടും. തണ്ടർ ടീമിന് എങ്ങനെയെങ്കിലും ജാക്കിനെ അറ്റാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കറിയാം അവിടുത്തെ ഒരു ചുമരടിച്ച് പൊട്ടിക്കും. ചുമരടിച്ചുകൊണ്ട് ആ ചുമരിൻ്റെ ഇടയിൽ ജാക്കി കുടുങ്ങിപ്പോകും. കാരണം ജാക്കി മരിച്ചുപോയി എന്ന് വെച്ചാൽ നമുക്കറിയാം തണ്ടർ ടീം ഭയങ്കര സന്തോഷമായിരിക്കും. അതേപോലെ സിൻഡോനെ നോക്കിയിട്ട് സിൻഡോനോട് പറയുന്നതാണ് നീ ഇനി എന്നെയാണ് മാസ്റ്റർ എന്ന് വിളിക്കേണ്ട രീതി പറഞ്ഞു. ഇതിൽ എല്ലാവരും കാറിൽ കയറും. ബട്ട് തണ്ടർ ടീമിനെ കൊണ്ട് കാറിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് കാറിൻ്റെ ടോപ്പ് ഉണ്ടാവില്ല മുകളിലത്തെ, ആ ടോപ്പ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് നമുക്കറിയാം അതിൻ്റെ മുകളിൽ പോയിട്ട് തണ്ടർ ടീമിനിരിക്കും. ഇത് കട്ട് ചെയ്ത് നേരെ ജാക്കിനെയാണ് കാണിക്കുന്നത്. ജാക്കി ജീവനോടെയാണ് ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തണ്ടർ ടീമുണ്ടായ ഒരു കൊട്ടാരമാണ് കാണിക്കുന്നത്. ഈ കൊട്ടാരം കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു ഹോളിവുഡ് എന്ന ചുറ്റി കളിക്കേണ്ടി വന്നു. അവിടെ ആണെങ്കിൽ ഒരു പാർക്കിംഗ് ബിൽഡിംഗ് ഉണ്ട്, അവിടെ ആണെങ്കിൽ ഒരുപാട് വണ്ടികൾ നിർത്തി വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് വണ്ടികൾ നിർത്തി കൊണ്ടുവന്ന തണ്ടർ ടീമിന് നല്ല ദേഷ്യം. അതുകൊണ്ട് തന്നെ വേറെ സ്ഥലത്ത് പോവാന്ന് വിചാരിച്ചു. തണ്ടർ ടീമിന് വേണ്ടി വേറെ സ്ഥലം കണ്ടുപിടിക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ നമുക്കറിയാം റാസപ്പിന് ഒരു സ്ഥലം കാണിച്ചു കൊടുക്കും. അങ്ങനെ സ്ഥലം കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് എന്ത് സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പേരാണ് ചൈനീസ് തിയേറ്ററിലാണ് നമ്മളെ റഫേൽ ഇല്ലേ. ഈ റഫേൽ എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂലിക്ക് ഫേവറേറ്റ് ഒരു ആക്ടർ ഇല്ലേ, അതിൻ്റെ ഒരു കാൽപാത ഉണ്ടാവില്ല, അത് പതിക്കാൻ വേണ്ടി നമുക്കറിയാം ചൈനീസ് തിയേറ്ററിലുണ്ട്. ജൂലിയാണ് നമുക്കറിയാം അവനങ്ങനെ ആഗ്രഹിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫുട് പ്രിന്റ് പതിക്കാൻ നോക്കുമ്പോൾ നമുക്കറിയാം അതിനിടയിൽ തണ്ടർ ടീം വരും. തണ്ടർ ടീമിനെ കണ്ടപ്പം ഇവനങ്ങ് പേടിയാവും. അപ്പോൾ ഇവന് മാത്രമേ പേടിയായിട്ട് കണ്ടിട്ടുള്ളൂ, ബാക്കി ആർക്കും അങ്ങനെ പേടിയില്ല പോലെ തോന്നിയിട്ടില്ല. ജൂലി ആണെങ്കിൽ അവിടെ ഡാർക്ക് ടീം വരുന്ന കണ്ടിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തണ്ടർ ടീം വിചാരിച്ച് ബാക്കിയുള്ളവരെ പേടിപ്പിക്കാതെ നമുക്കറിയാം ഈ ഇടി ഉണ്ടാവില്ല, ഇടി നേരെ മുകളിലേക്ക് അയക്കും. ബാക്കിയുള്ളവരെല്ലാം ചിരിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പൊ തണ്ടർ ടീം ചോദിക്കും എന്താടാ എല്ലാവരും ഇങ്ങനെ ഓടാണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ സിൻഡോനോട് ചോദിക്കും. സിൻഡോ പറയും അവരൊക്കെ നിങ്ങളൊരു കോമാളിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. കട്ട് ചെയ്താൽ നമ്മുടെ അങ്കിളും ജാക്കി ഒരു ടാക്സിയിൽ വരുന്നുണ്ടാവും. ജാക്കിക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ആരാന്ന് നോക്കിയാൽ ജൂലി തന്നെയാണ്. ജൂലി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ആ തണ്ടർ ടീമും വന്നത്, ആ ചൈനീസ് തിയേറ്ററിലാണ് വന്നത്.
അതുകൊണ്ട് ദയവ് ചെയ്ത് ജാക്കി നീ ഇങ്ങോട്ടേക്ക് വന്നേക്കെന്ന് ജൂലി പറഞ്ഞു. ഇവിടെ നോക്കി നമുക്കറിയാം ജൂലിക്ക് ഫേവററ്റായ ആക്ടർ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഫേവററ്റായ ആക്ടറോട് എൻ്റെ കയ്യിലൊന്ന് ഓട്ടോഗ്രാഫ് ഇട്ടുതരുമെന്ന് ജൂലി ചോദിക്കുന്ന. പിന്നെ ആ ആക്ടർ പറയുന്നതാണ് എനിക്ക് ഈ ഓട്ടോഗ്രാഫ് ഒന്നും ഇട്ടുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ആക്ടർ അങ്ങ് പോകുന്നതാണ്. അതുകൊണ്ട് ജൂലിക്ക് വാസി വന്നു. ഇവന് കോമ്പറ്റീഷനായിട്ട് നമ്മളെ ജാക്കീനെ ഇറക്കിയിരിക്കുന്നു ജൂലി തീരുമാനിച്ചു. അതുകൊണ്ട് ജാക്കീനെ എങ്ങനെയെങ്കിലും ആക്ടറാക്കാൻ വേണ്ടി പ്രൊഡ്യൂസറിനെ അവിടെ കൊണ്ടുവന്നു. ജൂലി പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് പറയുന്നതാണ് ഇവിടെ വലിയൊരു ഫൈറ്റ് നടക്കാൻ പോകുന്ന, വലിയൊരു ആക്ഷൻ സീക്വൻസ് നടക്കാൻ പോകുന്ന. ജാക്കി ആക്സൽ ഇറങ്ങിയെന്ന രീതിയിൽ ജൂലി വിളിച്ച് പറഞ്ഞു പ്രൊഡ്യൂസറോട്. അതേ സമയത്ത് കറക്റ്റായിട്ട് നമുക്കറിയാം അങ്കിളും ജാക്കിയും അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്കിൾ നമുക്കറിയാം ഈ ചീഭൂതങ്ങൾ അടക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ലേ ഈ പോർട്ടൽ അടക്കാൻ വേണ്ടി, അതൊന്നും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അത് കാരണം ഭീമനെ ഇവിടെ കൊണ്ടുവന്നല്ലോ. ഭീമ ഇല്ലാതെ അങ്കിളിനെ കൊണ്ട് അത് ഉണ്ടാക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ജാക്കി അങ്കിളിനെയും ഭീമേനെ ഒരു ടാക്സിയിൽ കയറ്റിയിട്ട് നിങ്ങളൊക്കെ പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരാൻ വേണ്ടി ടാക്സിയിൽ അയച്ചു. നമുക്കറിയാം ഡീമണെ തേടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഫുട് പ്രിൻറ്റില്ലേ അവിടെ ജാക്കീൻ്റെ കയ്യും കാലൊക്കെ ആവും. അതൊന്നും നോക്കാതെ നേരെ ഓടും ജാക്കി. സമയം നമ്മുടെ അങ്കിൾ ഒരു ഹോട്ടലിൽ പോകും. അവിടെ ഒരു കിളവനുണ്ടാവും. അദ്ദേഹത്തിനടുത്ത് ആർഗ്യമൊക്കെ ചെയ്തിട്ട് വാങ്ങും. അതേ സമയത്ത് തണ്ടർ ഡീമൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാവരും ഞാൻ നന്നായിട്ട് ഭരിക്കും, ഞാൻ എല്ലാവരും ക്രൂരമായിട്ട് എതിർക്കും, അങ്ങനത്തെ രീതിയിലൊക്കെ തണ്ടർ ഡീമൻ പറയാൻ തുടങ്ങി. അതിൽ നമുക്കറിയാം ആ ബാക്കി 3 പേരും അവിടെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ജാക്കി ആണെങ്കിൽ ഇവരൊന്നും കാണാതെ എങ്ങനെ ഉള്ളിൽ പോകാൻ വേണ്ടി നോക്കുമ്പോൾ ബാക്കി ആരും കാണാതെ ഉള്ളിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് പോകുമ്പോൾ നമുക്കറിയാം ഹാക്കു ഇത് കണ്ടിട്ട് നല്ല ശബ്ദം ഉണ്ടാക്കും. ശബ്ദം കേട്ട് നമുക്കറിയാം തണ്ട ടീം അവൻ്റെ ഫുൾ ശക്തി ജാക്കിൻ്റെ അടുത്ത് പ്രയോജനപ്പെടുത്തും. എങ്ങനെയോ ഭാഗ്യം കൊണ്ട് നമുക്കറിയാം ജാക്കി അതിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ അവൾ ആക്കുവിൻ്റെ മേലെയും പതിച്ചുകൊണ്ട് നമുക്കറിയാം ആ പവർ കൊണ്ടിട്ട് ആക്കു നിലത്ത് വീഴും. അത് ജൂലി നമുക്കറിയാം ജാക്കി കയ്യും കാലും പതിച്ച സ്ഥലമില്ലേ അവിടെ ജാക്കി ചാൻ എന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയത്താണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ വരുന്നത്. പ്രൊഡ്യൂസർ വന്നിട്ട് ചോദിക്കുന്നതാണ് എവിടെയാണ് ജാക്കി എന്ന് ചോദിക്കുമ്പോൾ അപ്പം ജൂലി വന്നിട്ട് പറഞ്ഞാൽ എന്താണ് സാർ ഇത്രയും ലേറ്റ് ആയിട്ട് വന്നത്, ആക്ഷൻ എപ്പോഴേ ആരംഭിച്ചു എന്ന് പറഞ്ഞു. ഈ സമയത്ത് നമുക്കറിയാം ജാക്കി നേരെ മുകളിൽ നിന്ന് താഴോട്ട് വീഴും. ഈ സമയത്ത് നമുക്കറിയാം തണ്ടർ ഡീമണും വരും. അതേപോലെ അങ്കിളും അവിടെ എൻട്രി കൊടുക്കും. അതേ സമയത്ത് ജൂലിൻ്റെ കയ്യിൽ നമുക്കറിയാം ആ മന്ത്രം ഉപയോഗിക്കേണ്ട സാധനം കൊടുക്കും. ജൂലിയോട് പ്രൊഡ്യൂസർ വന്ന് ചോദിക്കും ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ ഈ പടത്തിൻ്റെ കോമഡിയനാണ് ഇതെന്ന് ജൂലി പറയും. അതേ സമയത്ത് വാൾട്ടർ പറയും ഈ അങ്കിൾ എന്തെങ്കിലും മന്ത്രം പോട്ട് നിങ്ങളെ പിന്നെ പോർട്ടൽ അടക്കും, അതുകൊണ്ട് ഫസ്റ്റ് എന്ന് അങ്കിളിനെ തീർക്കാൻ പറയും. അങ്കിളാണെങ്കിൽ കറക്റ്റായിട്ട് ഈ മന്ത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഡാർക്ക് ടീമെല്ലാം അങ്കിളിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഭീമയാണ് നമുക്കറിയാം ഒരു ചുവന്ന ഒരു റെഡ് കാർപ്പറ്റ് ഉണ്ടാകും. ആ തുണി വെച്ച് നമുക്കറിയാം ഈ 3 പേരെ അടിച്ചങ്ങ് ഇല്ലാതാക്കും. തണ്ട ടീമാണ് അങ്കിളെ നശിപ്പിക്കാന്ന് വെച്ചാൽ അവൻ്റെ പവർ ഫുൾ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ ജാക്കി വന്നിട്ട് അങ്കിളെ രക്ഷിക്കും. അതേ സമയത്ത് നമുക്കറിയാം അതിൻ്റെ പിന്നാലെ നിൽക്കുന്ന പ്രൊഡ്യൂസറുടെ കാർ അങ്ങ് ദുഷ്മമായി പോകും. അതേ സമയത്ത് അങ്കിള് പറയും ജൂലിനോട് ആ കേസനെറ്റ് പ്ലേ ചെയ്യാൻ. ആ കേസനെറ്റ് പ്ലേ ചെയ്തപ്പം ആ മന്ത്രം വന്നിട്ട് നമുക്കറിയാം ആ തണ്ട ടീമിനെ പിന്നെയും പോർട്ടലിലേക്ക് അടക്കും. ജൂലി ചോദിക്കും എനിക്കും എന്തെങ്കിലും ഒരു സിനിമയിൽ ചാൻസ് തരുമോ എന്ന് ചോദിക്കും പ്രൊഡ്യൂസറോട്. ആ സമയത്ത് പ്രൊഡ്യൂസർ പറയും നീ എൻ്റെ കാർ തന്നങ്ങ് ഇല്ലാതാക്കി, നിനക്ക് ഒരു സിനിമയിൽ ഒരു മണ്ണും ഇല്ലാണ്ട് പ്രൊഡ്യൂസർ അങ്ങ് പോകും. ആ സമയത്ത് ജാക്കി പറയും നമ്മൾ ഓപ്പർച്യൂണിറ്റി തേടി പോകരുത്, ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെ തേടി വേണ്ടെന്നൊരു കാര്യം പറയും. അതുകൊണ്ട് അവസാനം ജാക്കി ചാൻ്റെ ഫുട് പ്രിൻറ്റ് കാണിച്ച് അവസാനിപ്പിച്ച്. ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു എപ്പിസോഡ് എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു നല്ലൊരു കമൻറ്റും കൂടി ഇടുക. അടുത്ത എന്താ ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നത് സം ടൈംസ് കൊച്ചു ടി വി വന്നിട്ടുണ്ട്, അധികം വരുന്നില്ല, റയറായിട്ട് ഈ എപ്പിസോഡൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.